നമ്മൾ നേരത്തെ നോക്കിയ ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട്. പെർസെൻറ്റേജ് കമ്പോസിഷൻ ഓഫ് ആ ഒരു ഫ്യൂവലിനകത്തുള്ളതാകെ കാർബണും ഹൈഡ്രജനും മാത്രമാണ്. ദെൻ ദി വോളിയോമെട്രിക് കമ്പോസിഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് കമ്പഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആകെ രണ്ട് കമ്പോണൻസ് മാത്രമേ ഫ്യൂവലിനകത്തുള്ളൂ. വൺ ഈസ് കാർബൺ, ഫസ്റ്റ് വൺ ഈസ് കാർബൺ ആണ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. കാർബൺ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്ന പ്രോഡക്റ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. സോ ഞങ്ങളുടെ മുകളിൽ എഴുതിയ ടേബിളിൽ ഒരു പോർഷൻ കൂടെ ആഡ് ചെയ്യാണ്. പ്രോഡക്റ്റ് ഓഫ് കമ്പഷൻ, പ്രോഡക്റ്റ് ഓഫ് കമ്പഷൻ ഫസ്റ്റ് കാർബണിൻ്റെ അത് ഓക്സിജൻ്റെ പ്രസൻസിൽ കംപ്ലീറ്റ്ലി ബേൺ ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ ഹൈഡ്രജന് അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബൈ പ്രോഡക്റ്റ് വിൽ ബി സ്റ്റീം, H2O. H2O നമ്മൾ നോർമലി ഒരു വെറ്റ് പ്രോഡക്റ്റ് ഓഫ് കമ്പഷൻ ആയിട്ടാണ് പറയുന്നത്. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ എന്നിവയൊക്കെ നമ്മൾ ഡ്രൈ കമ്പോണൻസ് എന്നും സ്റ്റീമിനെ മാത്രം വെറ്റ് കമ്പോണൻറ്റ് എന്നാണ് പറയുന്നത്. സോ മിക്കവാറും ക്വസ്റ്റൻസ് നമുക്ക് പ്രോഡക്ട്സ് ഓഫ് ഡ്രൈ കമ്പോണൻസിൻ്റെ മാത്രമായിരിക്കും വാല്യൂസ് ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇനി ഞാൻ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 0.848 കിലോഗ്രാം ഓഫ് കാർബൺ കമ്പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടുന്നത് എത്ര കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് മുമ്പ് പഴയ കാർബണിൻ്റെ കമ്പഷൻ ഇക്വേഷൻ ഉണ്ട്. കാർബണിൻ്റെ കമ്പഷൻ ഇക്വേഷൻ ആയിരുന്നു C+O2 ഗിവിങ് CO2. 1 കിലോഗ്രാം ഓഫ് കാർബൺ റിക്വയർ 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. അതാണ് നമ്മുടെ ഓക്സിജൻ റിക്വയർഡ്, 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. 1 കിലോഗ്രാം ഓഫ് കാർബണിന് 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ വേണം. നമുക്കിവിടെ 0.848 കിലോഗ്രാം ഓഫ് കാർബൺ ആണുള്ളത്. സോ 0.848 × 8/3 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ് റിക്വയർഡ്. ആൻഡ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 11/3 കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. സോ ഇവിടെ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.848 × 11/3. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3.109 കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കിട്ടും. ഇതേപോലെ ഹൈഡ്രജൻ്റെ കേസിൽ 1 കിലോഗ്രാം ഓഫ് H2ന് 8 കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ് റിക്വയർഡ്. ആൻഡ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 9 കിലോഗ്രാംസ് ഓഫ് H2 ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ H2 ഇവിടെ ഇപ്പോൾ എത്രയുണ്ട്? 0.152 × 9 1.368 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കമ്പസ്റ്റൻ പ്രോഡക്ട്സിൻ്റെ അത് ഉണ്ടാകുന്നത്. ഓക്കെ, 0.152 × 9 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഇനി ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 15% ഓഫ് എക്സസ് എയർ ഈസ് സപ്ലൈഡ്. ഓക്കെ, നമ്മൾ എക്സസ് എയർ ആണ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനകത്തുള്ള ഓക്സിജൻ കണ്ടൻറ്റ് എന്തായിരിക്കും? അത് ബേൺ ചെയ്യാതിരിക്കും. നമ്മൾ തിയററ്റിക്കൽ മിനിമം എത്രയാണോ ഓക്സിജൻ റിക്വയർഡ് അതിന് മുകളിൽ സപ്ലൈ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എക്സസ് എയർ എന്ന് പറയുന്നത്. സോ തിയററ്റിക്കൽ എത്രയായിരുന്നോ എയർ റിക്വയർഡ് ഉണ്ടായിരുന്നത് അത്രയും ഓക്സിജൻ മാത്രമേ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടും H2 ആയിട്ടുള്ള കൺവേർഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഓക്സിജൻ എന്ന് പറയുന്നത് അവിടെ വീണ്ടും അവിടെ തന്നെ റിമെയിൻ ചെയ്യുകയാണ്. സോ എത്രത്തോളം ഓക്സിജനാണ് ആ എക്സ്ട്രാ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ഓക്സിജൻ ഇൻ എക്സസ് എയർ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എക്സസ് എയർ സപ്ലൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2.266 കിലോഗ്രാം ഓഫ് എക്സസ് എയർ ആണ് സപ്ലൈ ചെയ്തേക്കുന്നത്. 1 കിലോഗ്രാം ഓഫ് എയറിൽ എത്രത്തോളം ഓക്സിജൻ ആണുള്ളത്? 1 കിലോഗ്രാം ഓഫ് എയർ മാസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ 1 കിലോഗ്രാം ഓഫ് എയർ വിൽ ഹാവ് 23/100 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. സോ 2.266 കിലോഗ്രാം ഓഫ് എയർ വിൽ ഹാവ് 23/100 കിലോഗ്രാം ഓഫ് ഓക്സിജൻ. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.521 കിലോഗ്രാം ഓഫ് ഓക്സിജൻ എക്സസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിൽ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഓഫ് കമ്പഷനിൽ വരുന്നതാണ്. H2O പ്രോഡക്റ്റ് ഓഫ് കമ്പഷനിൽ വരുന്നതാണ്. ഓക്സിജൻ പ്രോഡക്റ്റ് ഓഫ് കമ്പഷനിൽ വരുന്നതാണ്. നമുക്കൊരു കമ്പോണൻ്റ് ഇവിടെ ബാക്കിയുണ്ട്. നമുക്കറിയാം എയറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പോഷൻ ചെയ്യുന്നത്. എയറിനകത്ത് 77% എന്താണുള്ളത്? ബൈ മാസ് 77% നൈട്രജനുമാണുള്ളത്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഇനേർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. അതായത് എയറിനകത്തുള്ള നൈട്രജനായിട്ട് തന്നെയാണ് എക്സോസ്റ്റിലും പോകുന്നത്. അല്ലാതെ വേറെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ദർ വിൽ ബി ദ ഫോർമേഷൻ ഓഫ് NOxൻ്റെ ഫോർമേഷൻസ് ഉണ്ടാവും. അത് ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ നമ്മൾ ഐഡിയലി നൈട്രജൻ ഇനർട്ട് ഗ്യാസ് ആയിട്ടാണ് കാൽക്കുലേഷൻസ് എടുക്കാറുള്ളത്. സോ നമുക്ക് വെയിറ്റ് ഓഫ് നൈട്രജൻ കൂടെ കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് നൈട്രജൻ ഇൻ എക്സസ് എയറിലെ അല്ല, വെയിറ്റ് ഓഫ് നൈട്രജൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ എയറിലാണ്. സപ്ലൈ ചെയ്ത എക്സസ് എയറിലത് ഓക്സിജൻ മാത്രമേ
അങ്ങനെ അതേപോലെ നിൽക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ തിയററ്റിക്കൽ എമൗണ്ട് ഓഫ് എയറിനകത്തുള്ളതും എക്സസ് എമൗണ്ട് ഓഫ് എയറിനകത്തുള്ളതും രണ്ടിലെയും നൈട്രജൻ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. മീൻസ് വെയിറ്റ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണോ എയർ സപ്ലൈ ചെയ്തത് 17.376, അതിനകത്ത് എത്ര പെർസെൻറ്റ് നൈട്രജൻ ഉള്ളത്? 77/100% ആണ് നൈട്രജൻ്റെ ക്വാണ്ടിറ്റി. ഓക്കെ, സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 13.38 കിലോഗ്രാം ഓഫ് നൈട്രജൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് കമ്പഷനകത്ത് 4 കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് ഉള്ളത്. വൺ ഈസ് കാർബൺ ഡയോക്സൈഡ്, ദെൻ വി ഹാവ് H2O, ദെൻ വി ഹാവ് O2 ആൻഡ് N2. ഇത്രയാണുള്ളത്. ഇതിൻ്റെ എല്ലാം ബൈ കിലോഗ്രാമിലുള്ള വാല്യൂ ആണ് നമുക്കറിയാവുന്നത്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ വോളിമെട്രിക് കോമ്പോസിഷൻ, അതായത് ഗ്രാവിമെട്രിക് അനാലിസിന് ഗ്രാവിമെട്രിക് ആയിട്ടുള്ള ഇക്വേഷനെ വോളിമെട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. സോ ഞാനൊരു ടേബിളിൻ്റെ ഫോർമാറ്റിൽ എഴുതാം. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നെയിം ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്, ഏതാണ് പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻസ് ഇതൊക്കെയാണ്. കാർബൺ ഡയോക്സൈഡ്, ദെൻ H2O വെറ്റ് കമ്പോസിഷൻ ഞാൻ ലാസ്റ്റ് എഴുതാം. സോ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, O2 ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വെറ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള H2O കൂടെ ഉണ്ട്. ദെൻ നമുക്കറിയാം ഗ്രാവിമെട്രിക്കിൽ നിന്ന് വോളിമെട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? തന്നിരിക്കുന്ന വെയിറ്റ് എത്രയാണെന്നുള്ളത് എഴുതുക. വെയിറ്റ് സേ എക്സ് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ CO2ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3.109 അല്ലേ? 3.109 ആണ് എക്സോസ്റ്റിലുള്ള CO2ൻ്റെ വെയിറ്റ്. O2ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0.521. നൈട്രജൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13.38. ലാസ്റ്റ് ഹൈഡ്രജൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1.368. ഓക്കെ, ഇതിനെല്ലാം അതിൻ്റെ തന്നെ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അതിനുവേണ്ടി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഓരോ എലമെൻറ്റിൻ്റെ മോളിക്കുലർ വെയിറ്റ് എഴുതുന്നു. സോ ഈ ഒരു കോളത്തിന് ഞാൻ Y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, വെയിറ്റിൻ്റെ കോളത്തിന് X എന്ന്, അടുത്ത മോളിക്കുലർ വെയിറ്റിൻ്റെ കോളത്തിന് Y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഓരോ കമ്പോണൻറ്റിൻ്റെയും മോളിക്കുലർ വെയിറ്റ് എത്രയൊക്കെയായിരുന്നു? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കമ്പോണൻസിൻ്റെയും molecular weight. We have carbon dioxide 44, then oxygen we have 32, then nitrogen is 28, and last H2O or steam എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈക്വലൻ്റ് ആയിട്ടുള്ള ആ ഒരു വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ടേബിൾ എഴുതിങ്ങനെയാണ് പ്രപ്പോർഷണൽ വോളിയം. പ്രപ്പോർഷണൽ വോളിയം എന്ന് പറഞ്ഞാൽ ഓരോ കമ്പോണൻറ്റിനെയും അതിൻ്റെ വെയിറ്റിന് അതിൻ്റെ തന്നെ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഈ ഒരു ടേബിൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദിസ് കോളം ഇസ് ദ ആൻസർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. അതായത് എക്സ് എന്ന കോളത്തിൽ എഴുതിയേക്കുന്ന വാല്യൂസിന് വൈ എന്ന കോളത്തിൽ എഴുതിയേക്കുന്ന വാല്യൂസിന് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റെപ്പിന് വേണ്ടി മാത്രം എഴുതുന്നുള്ളതേ ഉള്ളൂ. ദെൻ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് 3.109 divided by 44. 3.109 divided by 44 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ വരുന്നത് 70.659 into 10 raised to minus 3. സോറി, ഓക്കെ, കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും 0.0706 എന്ന് വരും. ഓക്കെ, ഇതേപോലെ ഓരോ എലമെൻസിൻ്റെ നമുക്ക് ചെയ്യണം. അടുത്തത് ഓക്സിജൻ്റെത് 0.521 divided by 32. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.0163 എന്ന് വരും. അതുപോലെ നൈട്രജൻ്റെത് വിൽ ഗെറ്റ് 13.38 divided by 28, 0.478 എന്ന ആൻസർ കിട്ടും. ദെൻ ലാസ്റ്റ് ഹൈഡ്രജൻ്റെത് എത്രയായിരുന്നു? 1.368 divided by 18, 0.076 എന്ന് കിട്ടും. ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ സം എടുക്കണം. 0.706 പ്ലസ് 0.0163 പ്ലസ് 0.478 പ്ലസ് 0.076. ടോട്ടൽ എന്ന് പറയുന്നത് 0.6409 ആണ്. ഓക്കെ, 0.6409 ആണ് ടോട്ടൽ സം. സോ അടുത്ത സ്റ്റെപ്പിലായിട്ട് നമ്മൾ പെർസെൻറ്റേജ് വോളിയമാണ് എഴുതുന്നത്. ഓക്കെ, ടോട്ടൽ വോളിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ കോൺസ്റ്റിറ്റ്യൂവൻസും എത്രത്തോളമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ഐ എം സേയിങ് ദിസ് റോ ഈസ് ഇക്വൽ ടു ഇസഡ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സം ആയിരിക്കും സിഗ്മ ഇസഡ്. പെർസെൻറ്റേജ് വോളിയം എന്ന് പറഞ്ഞാൽ ഇസഡ് ഡിവൈഡഡ് ബൈ സിഗ്മ ഇസഡ് ആയിരിക്കും. സോ ഫസ്റ്റ് 0.0706 divided by 0.6409.
0.110 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.0%. ഇതേപോലെ അടുത്ത കമ്പോണൻറ്റ് 0.0163 ഡിവൈഡഡ് ബൈ സം 0.6409. 0.025 എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് 2.5%. മൂന്നാമത്തെ കമ്പോണൻറ്റ് 0.478 ഡിവൈഡഡ് ബൈ 0.6409 become 0.745. that means 74.5%. ഓക്കെ, 74.5% ഏറ്റവും മേജർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എപ്പോഴും നൈട്രജൻ തന്നെ ആയിരിക്കും. എക്സോസ്റ്റ് ഗ്യാസിലും നൈട്രജനായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് നമ്മുടെ വെറ്റ് കമ്പസ്റ്റൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ 0.076 ഡിവൈഡഡ് ബൈ 0.6409. 0.118 എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് 11.85% ആയിരിക്കും ലാസ്റ്റ് അതിനകത്തുള്ള ഹൈഡ്രജൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇത് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ പെർസെൻറ്റേജ് വോളിയത്തിൻ്റെ സം എടുത്ത് നോക്കാം. സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫൈനലി എത്ര ആയിരിക്കണം? 100% എന്നാണ് വരാനുള്ളത്. കാരണം ടോട്ടൽ ആ 100 വോളിയം ഉള്ളതിനകത്ത് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷനാണ് നമ്മൾ പെർസെൻറ്റേജ് പറയുമ്പോഴത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എടുക്കുമ്പോഴത്തേക്ക് ടോട്ടൽ 1 എന്ന് വരണം. 1 അല്ലെങ്കിൽ നിയർ ബൈഡിലും ആയിരുന്നു നമ്മൾ ഡെസിമൽസ് നെഗ്ലക്ട് ചെയ്യുന്നതനുസരിച്ച്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാവിമെട്രിക് അനാലിസിൽ നിന്ന് വോളിയോമെട്രിക് അനാലിസിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്.